പല വീടുകളിലും നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള വാസ്തു പ്രോബ്ലം ആ വീട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വീട്ടുകാരുടെ കണ്ണിൽ ഈ പ്രോബ്ലം കാണുന്നില്ല. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പക്ഷേ യഥാർത്ഥ പ്രശ്നത്തെ അവർ മറന്നിട്ടാണ് ഈ ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളുടെ പിറകെ പോകുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു വീട്ടിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ബോർവെല്ലുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാസ്തു പ്രോബ്ലമാണ്. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു പൈപ്പ് നിൽപ്പുണ്ട്, അപ്പൊ അത് അഗ്നിക്കോടല്ലേ, അവിടെ ഈ പൈപ്പ് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന്. അതിനേക്കാൾ വലിയ ദോഷം അവരുടെ കന്നിമൂലയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ പലരും കാണുന്നില്ല. നിങ്ങൾ ഈ ചെറിയ പ്രശ്നങ്ങളെ അവഗണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, വലിയ പ്രശ്നങ്ങളെയാണ് ആദ്യം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോർവെല്ലിനെ ഒഴിവാക്കണം. ഈശാന കൊണ്ടൊരു ബോർവെൽ എടുത്തുകൊണ്ട് ഈ ബോർവെല്ലിനെ മൂടുക എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ ആവശ്യം. ഇവര് ഈ ഒരു ചെറിയ പ്രശ്നമായ പൈപ്പിന്റെ പിറവെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു ടോയ്ലറ്റ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവർ ചോദിക്കുന്ന അതിലും ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട്. ആ ടോയ്ലറ്റിന്റെ കാര്യമായിരിക്കും അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിലും വലിയ പ്രശ്നം എവിടെ നിൽക്കുന്നുണ്ട്, നോർത്ത് ഈസ്റ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഒരു ഡോർ വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഡോറ് നമുക്ക് അതിന്റെ കറക്റ്റ് ഡയറക്ഷനിൽ, ആ ഉള്ളിൽ അകത്തുള്ള ഒരു ഡോറാണ്, അതിന്റെ കറക്റ്റ് ഡയറക്ഷനിൽ ഒരു വശം വെക്കാൻ പറ്റില്ല. ഇപ്പൊ രണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലൊരു സൊല്യൂഷൻ ചോദിക്കുമ്പോൾ എന്താണോ വലിയ പ്രശ്നം, ആ പ്രശ്നമെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കിക്കൊണ്ട് ഒരു ചെറിയ തെറ്റ്, അതായത് വലിയ തെറ്റ് തിരുത്തിക്കൊണ്ട് ചെറിയ തെറ്റായാലും കുഴപ്പമില്ല, അതായത് വേറെ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചെറിയ തെറ്റുകളായാലും കുഴപ്പമില്ല. പക്ഷെ വലിയ തെറ്റുകൾ എപ്പോഴും നമ്മൾ ആദ്യം അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കന്നിമൂല നോക്കണം. കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ, അടുത്തത് അത് ഈശാന കോണിൽ എന്തെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ടോ, അഗ്നികോണിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ. ഈ 3 ഡയറക്ഷനാണ് ഏറ്റവും ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വേണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിന്റെ ഷേപ്പിന് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കണം. ഇപ്പോൾ വീടിന്റെ ഷേപ്പ് ഈ പറയപ്പെടുന്ന ചിലപ്പോൾ ഒരു കോടാലി പോലെ ഒരു എൽ ഷേപ്പിലായിരിക്കും വീട് ഇരിക്കുന്നത്. ആ ഷേപ്പിനെ വിട്ടിട്ടാണ് അവർ ഈ ഇപ്പൊ പറയുന്നത്, എന്റെ വീടിന്റെ വീടിനകത്ത് തെക്ക് വശത്ത് സിങ്ക് വന്നിട്ടുണ്ട്, അതിൽ കുഴപ്പമുണ്ടോ. വീടിന്റെ തെക്ക് ഭാഗത്ത് കിച്ചണിൽ സിങ്ക് പാടില്ല. സിങ്കിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വീടിന്റെ കന്നിമൂല ഇല്ല. അപ്പൊ കന്നിമൂല ഇല്ലാത്തത് അവിടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവരുടെ വീടിനകത്തുള്ള സിങ്കാണ് അവർ ശ്രദ്ധിക്കുന്നത്. ആദ്യം വീടിന്റെ ഷേപ്പ്, അതായത് വലിയ വലിയ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് ആദ്യം ചെയ്യേണ്ടത്. ഫംഗ്ഷനിലെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. ഇത് ഒരു ക്രിസ്റ്റൽ ആണ്, പിരമിഡ് ക്രിസ്റ്റൽ ആണ്. അപ്പോൾ ഒരു വീടിന്റെ വാസ്തുദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ക്രിസ്റ്റലുകൾ വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ജോലികൾ ചെയ്യും. അതായത് അതിന്റെ ചില എനർജി പോയിന്റുകൾ മനസ്സിലാക്കി അതാത് സ്ഥലത്ത് ഒരു പ്രത്യേക രീതിയിൽ ഇതിന്റെ കൂടെ മറ്റ് ടൂളുകളും കൂടെ ഉപയോഗിച്ച് അവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാനും നല്ലൊരു റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാനും പിരമിഡുകൾക്ക് വളരെയധികം കഴിവുണ്ട്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ചിൽഡ്രൻസ് ബുദ്ധ വെക്കുന്നത് ഈ ഒരു ദോഷത്തെ മറികടക്കാൻ നല്ലതായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ്, ഇപ്പൊ ഇത് പിന്നെ സിപ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺസ് ആണ്. ഇത് നമുക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ ഇത് അമിത്തിസ്റ്റ് ആണ്. ഇത് നമുക്ക് എപ്പോഴും ഒരു ഡിവൈൻ എനർജി, ഒരു സ്പിരിച്വൽ എനർജി നമുക്ക് തരും. ഇത് റോസ് കോഴ്സ് ആണ്. ഇതെപ്പോഴും ഒരു ലവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ കർണയിലാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധികൾ വരും. ടൈഗർ ഐ ആണെങ്കിൽ എപ്പോഴും നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കും. ഈ വൈറ്റ് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധി നമുക്ക് കൊണ്ടുതരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും വളരെ നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്നതാണ്.